ചന്തുവാങ്ങളല്ലേ ഇവിടെ? അല്ല, ആരൊക്കെയാ അത്? അകത്തേക്ക് കേറി വരൂ. നല്ല ആളാ ചന്തുവാങ്ങള. പോയിട്ട് വേഗം വരാന്നും പറഞ്ഞിട്ട്. ഇവിടെ ഒരു കുറുങ്കളയുടെ പണി. ദാ തുടങ്ങണേ ഉള്ളൂ. ആശാരിമാരെ കിട്ടാൻ പ്രയാസം. ആ, എവിടെ പോയിട്ട് വരണു പെങ്കിടാങ്ങള്? അല്ലിമലർക്കാവില്. ഇതിലേ പോയപ്പോ കുട്ടിമാണി പറഞ്ഞു ഇന്ന് കേറിയിട്ട് പോവാന്ന്. അല്ലിമലർക്കാവിലോ? നാഗപുരത്ത് കൂടിയോ? നാഗപുരത്തങ്ങാടി ആകെ മാറിയില്ലേ ചന്തുവാങ്ങളെ? പുത്തൂരം വീട്ടിലെ ചേകോത്തി പോയി കിടുകിട വിറപ്പിച്ചില്ലേ അവിടെ? കേട്ടു. പാണന് പാട്ട് കെട്ടാൻ ഒരു കഥയും കൂടിയായി. പാണരെന്തോ പാടി നടക്കട്ടെ ചന്തുവാങ്ങളെ. ആട്ടെ, ചന്തുവാങ്ങളെ ഇനി എന്നാ അവിടേക്ക്? വരണുണ്ട് ഞാൻ. അടുത്ത് തന്നെ. എന്താ രണ്ടാളും കൂടി പറയാണ്ടേ അറിയിക്കാണ്ടേ? പെങ്ങള് നാഗപുരത്ത് പോയ വർത്താനം കേട്ട അന്ന് പറയാൻ തുടങ്ങിയത് അമ്മ. ആർച്ച ഇപ്പൊ കാണണെന്ന്. കണ്ണു നിറയെ കണ്ടോളൂ മകളെ. അല്ലിമലർക്കാവുന്ന നേരെ നീ പുത്തൂരം വീട്ടിലേക്ക് വരുമെന്നല്ല ഞാൻ കരുതിയത്. ആരോമല് പറഞ്ഞപ്പോളാ ഞാൻ ഇങ്ങടന്നെ പോന്നു. അന്ന് അവള് നാഗപുരത്തേക്ക് പോയപ്പോ ഞാൻ നേർന്നതാ ഈ ശാക്തിയേക്കാവിലൊരു കരിങ്കലശം. എന്തിനാർച്ചേ ആവശ്യമില്ലാത്ത കാര്യങ്ങളിലൊക്കെ പോയി തലയിടണേ? ആവശ്യമില്ലാത്ത കാര്യോ? അമ്മേ, അടവും തൊഴിലും അറിയാത്ത പെണ്ണുങ്ങൾക്കും മാനാഭിമാനത്തോടെ കഴിയണ്ടേ നാട്ടില്? തെമ്മാടികളെ നിലയ്ക്ക് നിർത്താൻ പെണ്ണിനും കഴിയുന്ന് മൂപ്പനും മനസ്സിലായിപ്പോ. നിന്റെ കടമയായിരുന്നു, അത് ഞാൻ ചെയ്തു, അത്ര തന്നെ. തിരുവാഴ്ച തമ്പുരാട്ടി. ആ, ചോമനും മായി. ആറ്റുമണമേലേക്ക് കുറച്ച് കാഴ്ചകളും കൊണ്ട് പോയതാ. അവിടെ കൊടുത്തിട്ടുണ്ട് അടിയങ്ങള്. ഇപ്പവൻ നിന്നെ തല്ലാറുണ്ടോ മായി? ഇല്ല ബ്രാട്ടി, എല്ലാം കൊടുത്ത അനുഗ്രഹം. സ്നേഹിക്കാനാ കല്യാണം കഴിക്കണ, അല്ലാണ്ട് തല്ലാനല്ല. അടിയന്റെ കണ്ണു തുറപ്പിച്ചു തമ്പുരാട്ടി. ആർച്ചയുടെ ചൂണ്ടുമർമ്മം ശരിക്കും വലിച്ചു. ഞാൻ കുറുങ്ങാട്ടിടം വാഴുന്നോർ ഉണിച്ചന്ദ്രോർ. വരിൻ, അകത്തേക്കിരിക്കാം. ഒരു മൂപ്പിളമ തർക്കം ഇളയമ്മയുടെ മകൻ ഉണിക്കോനാരുമായി. അയാളാണ് മൂത്തതെന്ന് വയറ്റാട്ടി, ഞാനെന്ന് മണ്ണാത്തി. അപ്പൊ വാഴുന്നവരായില്ല. തർക്കം തീർന്നിട്ട് വേണം ആവാൻ അല്ലേ? തൃപ്രങ്ങോട്ടമ്പലത്തിലെ തൃപ്പടിയില് വെള്ളിക്കിഴിയും സ്വർണ്ണക്കിഴിയും വെച്ചെടുക്കാൻ കൽപ്പിച്ചു നാടുവാഴി. സ്വർണം കിട്ടിയാൽ മൂപ്പ് വാഴാന്നും. തൃപ്രങ്ങോട്ടപ്പനും എന്നോട് വശഭേദം കാണിച്ചു. എനിക്ക് കിട്ടിയത് വെള്ളിക്കിഴി. പീടാൻ ഭാവല്യ ഞാൻ. എന്റെ 8 പടയാളികളെ വെട്ടിയും കുത്തിയും കൊന്നു എന്റെ ആൾക്കാര്. ഉണിക്കോനാരുടെ ആരും ചത്തില്ലേ? പിന്നെ ചാവാതെ. കണ്ണനരയും തന്ന മീനിന്റെ വാലും തലയും വെട്ടിക്കൊടുത്തേച്ചു ഞാൻ. അവന്റെ 4 ആളുടെ തലയെ എറിഞ്ഞു. എന്നിട്ടും തീർന്നില്ലേ തർക്കം അല്ലേ? ഇല്ല. കൊള്ളിത്തിലക്കിലെ ബലിയും ഇടമുണ്ടൻ തെങ്ങിന്റെ തേങ്ങയും വേടം പ്ലാവിന്റെ ചക്കയും ചൊല്ലി അവന് തർക്കം തന്നെ. വിവരം അറിഞ്ഞ് നാടുവാഴി വന്നു. അംഗം വെട്ടി തീർപ്പാക്കിക്കൊള്ളാനാ കൽപ്പന. 7 അംഗം ജയിച്ച് അരിങ്ങോടർ തന്നെ എന്റെ ചേകോനാവണം. അത് അപേക്ഷിക്കാനാ ഞാനിപ്പോ വന്നത്. ആരാ മാറ്റം കച്ചേകോൻ? ഉണിക്കോനാരും കൂട്ടരും കറുത്തനാർ നാട്ടിലേക്ക് പോയിട്ടുണ്ടെന്ന് കേട്ടു. കണ്ണപ്പനെ തേടിയാവും. നീ ഒരംഗത്തിന് ബാല്യമുണ്ട് കണ്ണപ്പന്. കണ്ണപ്പനോട് ഒരിക്കൽ കൂടി തൊടുക്കാൻ എനിക്ക് മോഹം. കോലത്തിരി നാട്ടിൽ അരിങ്ങോടരെ വിളിക്കാനാ ഉണിച്ചന്ദ്രൂരും കൂട്ടരും പോയിരിക്കണം. അരിങ്ങോടരെ നേരിടാൻ പുത്തൂരം വീട്ടിൽ ഒരാളേ ഉള്ളൂ. അങ്കക്കിഴി വെച്ചോളിൻ. മുടി നരച്ചൊന്നു കരുതി മടിക്കണ്ട. പാഞ്ചർക്കം പറഞ്ഞത് ആരോമൽ എന്നൊരു ചേകോരെ കുറിച്ചാണ്. ആരോമല് എന്റെ മകനാ. തീരെ ചെറുപ്പം. ഉത്തരിയംഗം പോലും കുറിച്ചിട്ടില്ല. അവനെ ഞങ്ങൾ അംഗത്തിന് അയക്കില്ല. ആരാ കുഞ്ചുണ്ണൂലി പൂമുഖത്ത് അച്ഛനുമായി സംസാരിക്കണത്? ഏതോ ഒരു ദേശവാഴി അംഗത്തിന് ചേകോനെ തേടി വന്നത്. ഉണിക്കോനാരെന്ന പേരും ചൊല്ലണ കേട്ടു. പുത്തൂരം വീട്ടിലെ കണ്ണപ്പച്ചേകോ ഞാൻ വരാം. ഇരിക്കും ഇരിക്കും. പാഞ്ചർക്കം പറഞ്ഞ 12 അടയാളങ്ങളും ചേർന്ന ചേകോൻ. നിങ്ങളെ കിട്ടിയാല് എന്റെ ജയം ഉറപ്പായി.
അംഗത്തിനല്ലേ ഞാൻ വരാം. ആരോമലേ, മാറ്റങ്കച്ചേകോൻ കോലത്തിരി നാട്ടിലെ അരിങ്ങോടരാ. 7 അംഗം വെട്ടി ജയിച്ചവൻ. ചതിയും കളവും അവന്റെ കൂടപ്പുറപ്പ്. ആരോടായാലും ഒരംഗം തുടങ്ങി വെച്ചല്ലേ പറ്റുവച്ച. ഉത്തരി അംഗം കോലത്തിരി നാട്ടിലെ പേരും പുകഴും പെറ്റ ആളോട് തന്നെ ആവട്ടെ. ഉത്തരി അംഗം കുടിക്കാനായില്ല നിനക്ക്. എന്നാ ചോദിച്ച് പുത്തൂരം വീട്ടിലേക്ക് വന്നോരല്ലേ അച്ഛ. വെറും കൈയോടെ മടക്കി അയക്കണത് നമുക്ക് മാനിഭക്കേടല്ലേ. അങ്കക്കിഴി വെച്ചോളിൻ. ചേകോമാരെ തേടി ശീലല്ല എനിക്ക്. അംഗം പിടിപ്പിച്ച തഴക്കമില്ല. ക്ഷമിക്കണം. എത്ര കിഴി പണം വെക്കണം എന്ന് ചേകോൻ തന്നെ പറഞ്ഞാ മതി. പുത്തൂരം വീട്ടിലെ പതിവനുസരിച്ച് വെള്ളയും കരിമ്പടവും വിരിച്ച് നിറപറയും നിലവിളക്കും വെച്ച് ഗണപതി ഹോമം കഴിച്ച് 1001 108 കിഴി. ഏറിയ നേർച്ചയും വഴിപാടും നേർന്ന് കിട്ടിയ തന്നെ ഞങ്ങൾക്ക് പട്ടം ചരടും കിട്ടി. നിന്റെ ചന്തവും ചാച്ചലും കണ്ട് മതിയായില്ല മകനെ. വയസ്സുകാലത്ത് അച്ഛനെ അംഗത്തിന് അയച്ചു എന്ന് പറയുമ്പോ അതിന്റെ മാനിഭക്കേട് ഞങ്ങൾ ആൺമക്കൾക്ക് അമ്മേ. എന്നാലും ഏട്ടനെ വിറ്റ കാശ് എന്നെ കൊണ്ട് തന്നെ എടുപ്പിച്ചുല്ലോ. അരിയും പൊന്നും കടം കൊണ്ടാ കിട്ടൂ. നീ ബഹുമാനം കിട്ടില്ലല്ലോ. അച്ഛൻ പറയണത് കേൾക്കാണ്ട് ഇങ്ങനെ എടുത്തു ചാടിയൊരു തീരുമാനം. കുറിയും ചമയങ്ങളും അണിഞ്ഞ് കളരിയിൽ അടവും തൊഴിലും പഠിക്കണത് വെറുതെ കണ്ടു ഭ്രമിക്കാനല്ല. അംഗത്തിന് ആരാനും വിളിച്ചാല് ആത്മവിശ്വാസത്തോടെ പോവാനാ. മാറ്റങ്ക ചേകോര് അരിങ്ങോടനാണെന്ന് അറിയുമ്പോ ആണെങ്കിൽ എന്ത്, ചേകോനും ഒരിക്കൽ മരിക്കണ്ടേ? അത് അങ്കത്തട്ടിലാവുമ്പോ അതിൽ പരം പുണ്യം എന്താ കുഞ്ചുണ്ണൂലി? നേരാങ്ങളെ, എന്താ ഞാൻ ഈ കേൾക്കണത്? കേട്ടത് നേരാണ് അർച്ചേ. നിന്റെ നേരാങ്ങള ഉത്തരി അംഗം കുറിച്ചു. എന്തിന് നേരാങ്ങളെ, എന്തിന്? പുത്തൂരം വീട്ടുകാർക്ക് അംഗം പിടിച്ചു വേണോ കഴിയാൻ? വല്ലവർക്കും വേണ്ടി ചത്തും കൊന്നും വേണോ കുടുംബം വളർത്താൻ? ഇടമുണ്ടൻ തെങ്ങിന്റെ തേങ്ങയും വേടം പ്ലാവിന്റെ ചക്കയും ആരക്കുടിയിലെ മീനും ചൊല്ലി ആരാനും തമ്മിൽ വെട്ടിയും കുത്തി ചാവുമ്പോ പുത്തൂരം വീട്ടിലെ ചേകോന്റെ തലയിൽ വെക്കണം. അതിന്റെ ഇടയിലേക്ക് ചൊല്ലി നേരാങ്ങളെ. പുത്തൂരം വീട്ടിലെ ചേകോത്തിയാണോ ഈ പറയണത്? നാഗപുര തങ്ങാടിയിലെ തെമ്മാടികളെ ഉറുമി വീശി നേർവരയിൽ നിർത്തിയ എന്റെ നേർവങ്ങളാണോ ഈ പറയണത്? 18 കളരിക്കാശാനായ ആറ്റുമണമേലെ ചേകോന്റെ ഭാര്യയാണോ ഈ പറയണത്? ആർച്ചേ, ചേകോന്റെ ചുരിക വെറുതെ കളരിയിൽ വെച്ച് പൂജിക്കാനുള്ളതല്ല, അംഗം വെട്ടി ജയിക്കാനുള്ളതാ. കേട്ടിട്ടില്ലേ ശാസ്ത്രം? മംഗലം കഴിഞ്ഞാലേ നാരിയാവൂ, പൂണൂലിട്ടാലേ നമ്പൂരിയാവൂ, പുലസി മണിഞ്ഞാലേ നായരാവൂ, അംഗം പിടിച്ചാലേ ചേകോനാവൂ. എന്നാലും നേരാങ്ങളെ, എങ്ങനെ സഹിക്കും ഞാനിത്? ആർച്ചേ, കുഞ്ചുണ്ണൂലെ സമാധാനിപ്പിക്കേണ്ടത് നീയാ. ആ നീ ഇങ്ങനെ ഓം ഹ്രീം ഭദ്രായ സ്വാഹ, ഓം ഹ്രീം ഭദ്രായ സ്വാഹ, ഓം ഹ്രീം ഭദ്രായ സ്വാഹ, ഓം ഹ്രീം ഭദ്രായ സ്വാഹ. അംഗത്തിന് പോവാൻ കളരിയിൽ വാങ്ങി പാർക്കല്ലേ ഞാൻ കുഞ്ചുണ്ണൂലി. ഈ നേരത്ത് നീ ഇവിടെ? പെണ്ണുങ്ങൾ വരാൻ പാടില്ലെന്നറിയാം, എന്നാലും എന്റെ കൈകൊണ്ട് ഇത്തിരി പാല് കുടിക്കും. ആ, നിന്റെ ഒരു ആഗ്രഹല്ലേ? ഈ സമയത്ത് ഇങ്ങനെ ചില ആഗ്രഹങ്ങൾ ഉണ്ടാകുമായിരിക്കും. നേർനാത്തൂനും പറഞ്ഞു. ഈ സമയത്തോ എന്ന് പറഞ്ഞാല്? കടിഞ്ഞൂൽ ഗർഭമായിരിക്കുമ്പോ. നേരാണോ കുഞ്ചുണ്ണൂലി? ഉണ്ണി പിറക്കും. അവനെ അവന്റെ മുത്തച്ഛന്റെ പേരിട്ട് വളർത്തണം. എഴുത്തും വയറ്റും പഠിപ്പിക്കണം. നീ ഞാനില്ലാന്ന് വെച്ചാൽ മാപ്പ്. അറിയാതെ ഒരു നാവ് പിഴ. മാപ്പ് കുഞ്ചുണ്ണൂലി. കുഞ്ചുണ്ണൂലി, അംഗം കുറിച്ച് വെറുതെ ഇരിക്കുന്ന ചേകോന്റെ അടുത്തേക്ക് ഭാര്യ പോരെന്ന് അറിയില്ലേ നിനക്ക്? വ്രതം ഇരിക്കുന്ന ചേകോന് ദാഹിച്ച തണ്ണീർ കൊടുക്കരുന്നുണ്ടോ അമ്മ ശാസ്ത്രം? തണ്ണീർ കൊടുക്കണമല്ല ഞാൻ കണ്ടത്. അങ്ങനെയാണെങ്കിൽ തന്നെ ഉണ്ണിക്കണ്ണോ ഞാനോ ഇല്ലേ ഇവിടെ? അമ്മേ, നേർനാത്തൂൻ ഗർഭിണിയാണ്. ഈ അവസ്ഥയില് ഇങ്ങനൊന്നും പറയരുത്. അല്ലെങ്കിലേ നേരാങ്ങളെ അംഗത്തിന് പോണ സങ്കടത്തിലാണ് അവര്. ഞാൻ ഓർത്തില്ല മോളെ. എന്നാലും കളരിപ്പരമ്പര ദൈവങ്ങളെ മറക്കരുത്. മോള് വാ. അരിങ്ങോടരുടെ കള്ളക്കോല് കാണാൻ കഴിവുള്ള ഒരാളേ ഉള്ളൂ കറുത്തേനാർ നാട്ടില്, ചന്തു. അവനെ വിളിക്കാൻ കുഞ്ഞാമറ അയച്ചിട്ടുണ്ട് ഞാൻ എളന്തളർ മഠത്തിലേക്ക്. ശിഷ്യന്മാരേറെ ഉണ്ടല്ലോ ഇവിടെ. അവരിൽ ആരെങ്കിലും പോരെ അച്ഛാ? അല്ലെങ്കിലും എന്തിനു ശിഷ്യന്മാര്? എന്റെ കുഞ്ഞിരാമേട്ടനില്ലേ നേരാങ്ങളേക്ക് തുണ പോവാൻ? പോരാ, ചന്തുവിന് എനിക്ക് വിശ്വാസ. പോരാത്തേന് അവൻ എന്റെ മച്ചുനൻ. സ്വന്തം അച്ഛനുണ്ടാവുമ്പോ
മറ്റൊരാളെ അംഗത്തുണയ്ക്ക് കൊണ്ടുപോണത് മാനിപ്പക്കേട് ആരോമലേ. മച്ചനും ചന്തു എന്നെ ചതിക്കു വച്ച. അരിങ്ങോടൻ എനിക്ക് പേടിയില്ല, പക്ഷേ ചന്തുവിനെ വിശ്വസിച്ചൂടാ. ചന്തു ചതിക്കാൻ ന്യായമില്ല മകനെ. വലതു തൊടയിൽ നിന്നെയും ഇടതു തൊടയിൽ അവനെ ഇരുത്തി ഉരുളയുരുട്ടി ചോറ് തന്ന് വളർത്തിയതാ നിങ്ങൾ രണ്ടാളെ. മകനും മരുമകനും നിക്ക് സമം. ചന്തു അങ്ങൾക്ക് അങ്ങനെയല്ല അച്ഛാ. ഉണ്ണിയാർച്ച അവന് പറഞ്ഞു വെച്ച കാലത്ത് അത് മുടക്കിയത് ഞാനാ. ആ മൊഴി ചൊല്ലി ചതിക്കും ചന്തു. ചതിക്കില്ല. ചന്തുവിനെ നിന്റെ കൂടെ അംഗത്തുണയ്ക്ക് അയക്കാൻ തീരുമാനിച്ചു ഞാൻ. എന്റെ മരുമോനാവൻ. ഞങ്ങൾ രണ്ടാളും ഇങ്ങനെ വേണ്ടാന്ന് പറയുമ്പോ അച്ഛൻ എന്താ ഒരു നിർബന്ധം പോലെ? പറഞ്ഞല്ലേ ഞാൻ ചന്തു അങ്ങളെ ചതിക്കുന്നു. ഈ കാര്യത്തിൽ നീയൊന്നും പറയണ്ട. ഞാൻ പറയണത് അനുസരിച്ചാ മതി. നിങ്ങള് മനസ്സിലായോ?